നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ചന്തപ്പുരയിൽ പുരാവസ്തു വകുപ്പിന് കീഴിൽ തെയ്യം കലാ മ്യൂസിയത്തിന് പദ്ധതി. മാങ്ങാട്ടുമുട്ടത്ത് ഒരേക്കർ സ്ഥലപരിധിയിലാണ് മ്യൂസിയം വരുന്നത്. തൃക്കരിപ്പൂരിന്റെ ജനകീയ ഡോക്ടർ പി രാമകൃഷ്ണന് നാടിന്റെ അന്ത്യാഞ്ജലി. അന്താരാഷ്ട്ര സൗഹൃദ ദിനത്തിൽ വേറിട്ട ഒരു സൗഹൃദ കാഴ്ച. പെട്രോൾ പമ്പ് ഉടമയുടെ ലക്ഷങ്ങൾ കവർന്ന സംഭവം, പ്രതികൾ പിടിയിൽ. വാർത്തകൾ വിശദമായി. പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി വിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റും. സർക്കാർ വിദ്യാലയങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണ്. ഇപ്പോൾ ഹയർ സെക്കൻഡറി തലത്തിൽ നടപ്പിലാക്കുന്ന സ്മാർട്ട് ക്ലാസ് റൂമുകൾ അടുത്ത വർഷം മുതൽ LP UP തലത്തിലേക്ക് വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇവിടെ നിലനിൽക്കുന്നതായിട്ടുള്ള അനുഷ്ഠാനങ്ങളുമായിട്ടെല്ലാം ബന്ധപ്പെട്ട ധാരാളം കഥ പറയാൻ കഴിയുന്നതായിട്ടുള്ള ഒരു ഗ്രാമമാണ്. ഇവിടെ നല്ല രീതിയിലാണ് സ്കൂളിന്റെ പ്രവർത്തനം നടക്കുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഒരു മികവിന്റെ കേന്ദ്രമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളത്. അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങളിൽ കുറവുകൾ നിൽക്കുന്നത് പ്രിൻസിപ്പലിന്റെ റിപ്പോർട്ട് അവതരണത്തിന്റെ ഭാഗമായി അദ്ദേഹം പറഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. നിശ്ചയമായിട്ടും ആ കുറവുകൾ പരിഹരിക്കാൻ സാധിക്കും. അതേസമയം കുറച്ച് കുറവുകളുണ്ടെങ്കിലും ഈ പൊതുവിദ്യാഭ്യാസ സ്ഥാപനം ഈ നാടിന്റെ ചൈതന്യമാണെന്ന് കണ്ടുകൊണ്ട് ചൈതന്യവത്തായ ധാരയിലൂടെ ഈ പൊതുവിദ്യാലയത്തെ നയിക്കാൻ ഇപ്പോഴുള്ള അധ്യാപകർക്കും നേരത്തെ ഉണ്ടായിരുന്ന അധ്യാപകർക്കും ഇതിൻ്റെ പരിരക്ഷ ആഗ്രഹിക്കുന്ന ഗ്രാമപഞ്ചായത്തിനും നമ്മുടെ MLA MP-മാർക്കും എല്ലാം സാധിച്ചു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ചടങ്ങിൽ TV രാജേഷ് MLA അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ V സുരേന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C സത്യപാലൻ, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VV പ്രീത, ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P പ്രഭാവതി, കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M കുഞ്ഞിരാമൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംസാരിച്ചു. ഉദ്ഘാടകനുള്ള ഉപഹാര സമർപ്പണവും ചടങ്ങിൽ നടന്നു. 1966 പ്രവർത്തനം ആരംഭിച്ച വിദ്യാലയം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളാണ് സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. സ്കൂൾ പ്രധാനാധ്യാപകൻ P അബ്ദുള്ള ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. രാജ്യത്ത് വളർന്നുവരുന്ന വർഗീയതയ്ക്കെതിരെ തൊഴിലാളികൾ അണിനിരക്കണമെന്ന് CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ അഭിപ്രായപ്പെട്ടു. വെള്ളൂർ ചന്ദൻകുഞ്ഞി സ്മാരക ഹാളിൽ CITU പയ്യന്നൂർ ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. 5 വർഷം എല്ലാ രംഗത്തും ഭരിച്ചു മുടിച്ച UDF സർക്കാരിന്റെ നേട്ടം അഴിമതി മാത്രമാണെന്നും എന്നാൽ LDF സർക്കാർ അധികാരത്തിലെത്തിയപ്പോഴാണ് ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. അത് പാടില്ല എന്നുള്ളതായിരുന്നു അവരുടെ പ്രഖ്യാപന ലക്ഷ്യം. ഏതും മനുഷ്യൻ സൃഷ്ടിക്കുന്നു ഈ ഭൂസ്വത്തുള്ള ഈ കാലത്തിൽ അദ്ദേഹത്തിന്റെ സൃഷ്ടിയാണ്. ഏരിയാസ് പ്രസിഡന്റ് K രാഘവൻ അധ്യക്ഷനായി. PV കുഞ്ഞപ്പൻ, പാവൂർ നാരായണൻ, ബാബുരാജ്, UV രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് TB അജയകുമാർ എന്നിവർ പ്രസംഗിച്ചു. 225ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. സെപ്റ്റംബർ 2 നടക്കുന്ന പൊതുപണിമുടക്ക് വിജയിപ്പിക്കാനും പയ്യന്നൂർ താലൂക്ക് യാഥാർത്ഥ്യമാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. DYFI തൃക്കരിപ്പൂർ ബ്ലോക്ക് കാൽനട ജാഥയ്ക്ക് തുടക്കമായി. ജില്ലാ പ്രസിഡന്റ് ശിവജി വെള്ളിക്കുത്ത് ഉദ്ഘാടനം ചെയ്തു. എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അദ്ദേഹത്തെ ഇതിന്റെ ഭാഗമായിട്ട് ജയിലിലടച്ചു എന്നതൊരു വസ്തുതയാണ്. പക്ഷേ ആ ജയിലിനകത്ത് വെച്ച് വീർ സവർക്കർ ചെയ്തിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കത്തെഴുതി കൊടുക്കുകയാണ് വീർ സവർക്കർ ചെയ്തത്. എന്താ എഴുതിയത്? എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചാൽ
ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് ഞാൻ സമരം ചെയ്യില്ല, മറിച്ച് ഈ നാട്ടുരാജാക്കന്മാർ നടത്തുന്ന സമരങ്ങളെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി തിരികാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞാൻ ഏറ്റെടുക്കാമെന്ന് മാപ്പപേക്ഷ എടുത്ത് ജയിലിൽ നിന്ന് മോചിതനായ മനുഷ്യനാണ് വീർ സവർക്കർ. ആഗസ്റ്റ് 6 മുതൽ 8 വരെയാണ് ഡിവൈഎഫ്ഐ തൃക്കരിപ്പൂർ ബ്ലോക്ക് കാൽനട പ്രചരണ ജാഥ നടക്കുന്നത്. ഉദ്ഘാടന യോഗത്തിൽ പി പ്രമോദ് അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി KP രാജീവൻ ജാഥ ലീഡറും മാനേജറുമായാണ് ജാഥ. ഉദ്ഘാടന യോഗത്തിൽ രതീഷ് കുതിരുമൽ, സജീവൻ VV, ശരത് KV, സുജിത്ത് KP തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. വിട പറയുക, വർഗീയതയോട് അണിചേരുക, മതനിരപേക്ഷതയ്ക്കൊപ്പം എന്ന മുദ്രാവാക്യമുയർത്തി ആഗസ്റ്റ് 15 നടക്കുന്ന യുവസാഗരത്തിന്റെ പ്രചരണാർത്ഥമാണ് ജാഥ സംഘടിപ്പിക്കുന്നത്. ആഗസ്റ്റ് 8 ഇളമ്പച്ചിയിൽ ജാഥ സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കേരളത്തിൽ കോൺഗ്രസിന്റെ പരാജയം താൽക്കാലികം മാത്രമാണെന്ന് DCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ. ബ്ലോക്ക് കോൺഗ്രസ് പ്രവർത്തക യോഗം തൃക്കരിപ്പൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ അടുത്തു നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം വെറും താൽക്കാലിക പ്രതിഭാസം മാത്രമാണെന്നും കോൺഗ്രസ് ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്നും KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ പ്രസ്താവിച്ചു. തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രവർത്തക യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതുവഴി കോൺഗ്രസ് പ്രവർത്തന രംഗത്ത് അപ്രതീക്ഷിതമായ തളർച്ചയുണ്ടായി എന്ന ഒരു ധാരണ നമ്മുടെ എതിരാളികളിലും അതുപോലെ നമ്മുടെ സഹപ്രവർത്തകരിലും വളർന്നു വരാതിരിക്കാൻ നമുക്ക് ജാഗരൂകരാകേണ്ടതായിട്ടുണ്ട്. കോൺഗ്രസ് ക്ഷീണിച്ചു എന്ന് ആരെങ്കിലും അവകാശപ്പെടുന്നെങ്കിൽ അത് അടിസ്ഥാനരഹിതമാണ്. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ക്ഷീണമില്ലാതെ ഈ പാർട്ടി പോകുന്നതിൻ്റെ രഹസ്യം നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ വികാരമനുസരിച്ച് രൂപപ്പെട്ട ഒരു പാർട്ടിയാണിത്. യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് P കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KP പ്രകാശൻ, മുൻ DCC ജനറൽ സെക്രട്ടറി KV ഗംഗാധരൻ, DCC എക്സിക്യൂട്ടീവ് മെമ്പർ P കണ്ണൻ, DCC എക്സിക്യൂട്ടീവ് മെമ്പർ PV കണ്ണൻ മാസ്റ്റർ, K ശ്രീധരൻ മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചന്തപ്പുരയിൽ പുരാവസ്തു വകുപ്പിന് കീഴിൽ തെയ്യം കലാ മ്യൂസിയത്തിന് പദ്ധതി. മാങ്ങാട്ടുമുറ്റത്ത് 1 ഏക്കർ സ്ഥലപരിധിയിലാണ് മ്യൂസിയം വരുന്നത്. ഇതിന്റെ ഭാഗമായി മ്യൂസിയം ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചു. തെയ്യങ്ങളുടെ കഥ പറയുന്നതാണ് ഉത്തരമലബാറിന്റെ ചരിത്രം. പക്ഷേ തെയ്യത്തെക്കുറിച്ച് പഠിക്കാനോ അറിയാനോ ഉത്തരമലബാറിൽ നിലവിൽ അക്കാദമിക് സ്ഥാപനങ്ങളൊന്നുമില്ല. ഇതിന് പരിഹാരമായാണ് പുരാവസ്തു വകുപ്പിന് കീഴിൽ ചന്തപ്പുര മാങ്ങാട്ടുമുട്ടത്ത് തെയ്യം കലാ മ്യൂസിയം വരുന്നത്. വണ്ണാത്തിപ്പുഴയോട് ചേർന്ന് 1 ഏക്കർ സ്ഥലപരിധിയിലാണ് മ്യൂസിയം നിർമ്മിക്കാനൊരുങ്ങുന്നത്. തെയ്യങ്ങളുടെ പ്രദർശനം, ദൃശ്യാവിഷ്കാരം, ശബ്ദവിവരണങ്ങൾ എന്നിവയുൾപ്പെടെ ആധുനിക സജ്ജീകരണങ്ങളോടെയാണ് മ്യൂസിയം നിർമ്മിക്കുക. ഇതിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ ഉദ്യോഗസ്ഥ സംഘം മാങ്ങാട്ടുമുട്ടം സന്ദർശിച്ചു. വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രന്റെ നിർദ്ദേശപ്രകാരമാണ് ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തിയത്. മ്യൂസിയം മൃഗശാല ഡയറക്ടർ K ഗംഗാധരന്റെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. ഇവിടെ നല്ലൊരു തെയ്യം മ്യൂസിയം സ്ഥാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ഉദ്ദേശ്യം. അതിനുള്ള ചരിത്ര പൈതൃകപരമായിട്ടുള്ള എല്ലാ പഠനങ്ങളും നടത്തി ഒരു തെയ്യം മ്യൂസിയം കം റിസർച്ച് സെൻ്ററാണ് നമ്മുടെ മനസ്സിലിപ്പോൾ ഉള്ളത്. ധാരാളം വർഷങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആധുനിക സംവിധാനങ്ങളോടെ പ്രദർശനങ്ങൾ ഒരുക്കുക, അതുപോലെ തന്നെ ഓഡിയോ വിഷ്വൽ സംവിധാനങ്ങൾ ഒരുക്കുക, ഇതിനെപ്പറ്റി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കുക, ഇതൊക്കെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. സ്ഥലം MLA, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ മന്ത്രിക്ക് സമർപ്പിച്ച നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലം സന്ദർശിക്കാൻ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത്. സംഘത്തോടൊപ്പം TV രാജേഷ് MLA, കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് EP ബാലകൃഷ്ണൻ, വാർഡ് അംഗങ്ങൾ എന്നിവരും ഉദ്യോഗസ്ഥ സംഘത്തെ അനുഗമിച്ചു. ഈ ചന്തപ്പുരയിൽ 1 ഏക്കറിലധികം വരുന്ന സ്ഥലം മാങ്ങാട്ടുമുട്ട എന്ന് പറയുന്ന റോഡിനോട് ചേർന്നിട്ടുണ്ട്. ആ സ്ഥലത്ത് ഈ രാജ്യം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വലിയ തെയ്യം മ്യൂസിയം കം റിസർച്ച് സെൻറ്റർ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു പ്രാഥമികമായ നടപടി എന്ന നിലയിലാണ് ഇന്ന് ഈ വിസിറ്റിങ്ങിനെ. ഇതിനു പുറമെ കണ്ടോന്താർ UP സ്കൂളിന് സമീപത്തുള്ള പഴയ ജയിലും സംഘം സന്ദർശിച്ചു. ചരിത്ര പ്രാധാന്യമുള്ള ഈ ജയിൽ പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് സംരക്ഷിക്കുമെന്ന് മ്യൂസിയം ഡയറക്ടർ അറിയിച്ചു. തൃക്കരിപ്പൂരിന്റെ ജനകീയ ഡോക്ടർ P രാമകൃഷ്ണന് നാടിന്റെ അന്ത്യാഞ്ജലി.
ശനിയാഴ്ച കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ അന്തരിച്ച ഡോക്ടറുടെ മൃതദേഹം ഞായറാഴ്ച കൊയോങ്കരയിലെ വീട്ടിലെത്തിച്ചപ്പോൾ നൂറുകണക്കിന് ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. അക്ഷരാർത്ഥത്തിൽ ജനങ്ങളെ കയ്യിലെടുത്ത ഡോക്ടറായിരുന്നു പി രാമകൃഷ്ണൻ. നെഞ്ചുരോഗ വിദഗ്ധനും റിട്ടയർഡ് DMOയുമായിരുന്നു. പരിയാരം TB സാനിറ്റോറിയം, കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി, കരിവള്ളൂർ, കൊടക്കാട്, തൃക്കരിപ്പൂർ ആശുപത്രികളിൽ ദീർഘകാലം പ്രവർത്തിച്ച് ജനസമ്മതി നേടിയിരുന്നു. ആദ്യകാലത്ത് പൊതുരംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഡോക്ടർ തികഞ്ഞ സോഷ്യലിസ്റ്റായിരുന്നു. 40 വർഷമായി തൃക്കരിപ്പൂരിൽ പ്രാക്ടീസ് ചെയ്തു വരികയായിരുന്നു. മികച്ച സേവനത്തിന് തൃക്കരിപ്പൂർ റോട്ടറിയും മാണിയാട്ട് ഉദനൂർ പൗരാവലിയും ആദരിച്ചിരുന്നു. ഗ്രാമീണ മേഖലകളിൽ ആതുര സേവനം നടത്താൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഡോക്ടർ മരുന്ന് വാങ്ങാൻ കാശില്ലാത്തവരെ സഹായിക്കാനുള്ള സന്മനസ്സും കാട്ടിയിരുന്നു. രോഗികളോട് വേറിട്ട ശൈലി തന്നെ പുലർത്തിയിരുന്ന ഡോക്ടറുടെ പെരുമാറ്റ രീതി ഏറെ ഇഷ്ടമായിരുന്നു സാധാരണക്കാർക്ക്. ഞായറാഴ്ച രാവിലെ തൃക്കരിപ്പൂർ KMK കലാസമിതിയിലും തുടർന്ന് കൊയോങ്കരയിലെ വീട്ടിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നാനാതുറകളിൽപ്പെട്ട നിരവധി പേരാണ് അന്ത്യോപചാരം അർപ്പിച്ചത്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പരിശോധിച്ചാൽ ഒരിക്കലും നമ്മുടെ ആധുനിക ഡോക്ടർ സങ്കല്പത്തിന് നിരക്കാത്ത, എന്നാൽ നമ്മൾ ജനകീയമെന്ന് സാധാരണഗതിയിൽ പറയുന്ന, ജനകീയ ഡോക്ടർ എന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന ആ വാക്ക് തികച്ചും അക്ഷരാർത്ഥത്തിൽ തന്നെ അന്വർത്ഥമാക്കിയ ഒരു ഡോക്ടറാണ് രാമകൃഷ്ണൻ ഡോക്ടർ. അച്ഛൻ വീട്ടിൽ രാധയാണ് ഭാര്യ. സീമ, ഡോക്ടർമാരായ ഹരിത, ഹരികൃഷ്ണൻ എന്നിവർ മക്കളാണ്. മൃതദേഹം രാവിലെ 11 മണിയോടെ പയ്യന്നൂർ സമുദായ ശ്മശാനത്തിൽ സംസ്കരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കാക്കപ്പൂ കാക്കാൻ മാടായിപ്പാറയിൽ പരിസ്ഥിതി കൂട്ടായ്മ സംഘടിപ്പിച്ചു. പരിസ്ഥിതി സംഘടനകളുടെ കൂട്ടായ്മയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജൈവവൈവിധ്യ കേന്ദ്രമായ മാടായിപ്പാറയിലെ കാക്കപ്പൂക്കളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് പരിസ്ഥിതി പ്രവർത്തകർ മാടായിപ്പാറയിൽ ഒത്തുകൂടിയത്. മാടായിപ്പാറയിലെ കാക്കപ്പൂക്കൾ സംരക്ഷിക്കണമെങ്കിൽ അനധികൃത കയ്യേറ്റങ്ങൾ തടയണം. മാടായിപ്പാറയിൽ മാലിന്യം നിക്ഷേപിക്കാൻ അനുവദിക്കരുത്. മാടായി ഗവൺമെൻറ് ഹൈസ്കൂളിലെ NSS വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കാളികളായി. മാടായി ഗസ്റ്റ് ഹൗസിന് സമീപത്തു നിന്നും ആരംഭിച്ച റാലി മാടായി വടുകുന്ത തടാകത്തിന് സമീപം സമാപിച്ചു. തുടർന്ന് മാടായിപ്പാറ സംരക്ഷണ പ്രതിജ്ഞ നടന്നു. KP ചന്ദ്രാംഗതൻ, P ബിജു, ഭാസ്കരൻ വെള്ളൂർ, VC ബാലകൃഷ്ണൻ, VV ചന്ദ്രൻ, C നാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. അന്താരാഷ്ട്ര സൗഹൃദ ദിനത്തിൽ വേറിട്ട ഒരു സൗഹൃദ കാഴ്ച. വ്യത്യസ്ത വർഗ്ഗങ്ങൾ തമ്മിലുള്ള ശത്രുതയ്ക്ക് മാത്രമല്ല, വർഗ സൗഹൃദത്തിനും കൂടി ഇടമുണ്ട് ജീവികളുടെ ലോകത്ത്. ഒരു പട്ടിയും കോഴിയും തമ്മിലുള്ള കൗതുകകരമായ സൗഹൃദത്തെക്കുറിച്ചാണ് ഇനി. മാതമംഗലം പരവൂർ സ്വദേശി സതീഷിന്റെ വീട്ടിലാണ് ഈ അപൂർവ ചങ്ങാത്തം. തൃക്കരിപ്പൂർ തങ്കയത്തെ പെട്രോൾ പമ്പ് ഉടമയുടെ ലക്ഷങ്ങൾ കവർന്ന സംഭവം. പ്രതികൾ വലയിലായി. സൈബർ സെൽ സഹായത്തോടെ നടത്തിയ അന്വേഷണമാണ് വഴിത്തിരിവായത്. തൃക്കരിപ്പൂർ തങ്കയം കക്കുന്നം ജംഗ്ഷനിലെ പെട്രോൾ പമ്പ് ഉടമ കുണിയനിലെ റിട്ടയർഡ് അധ്യാപകൻ K രാമകൃഷ്ണനെ ചൊവ്വാഴ്ച രാത്രി 11:15 എടാട്ടുമൽ കുണിയൻ റോഡിൽ വെച്ച് ബൈക്കിലെത്തിയ 3-അംഗ സംഘം ആക്രമിക്കുകയും 3,16,300 രൂപയും 3 ATM കാർഡുകളും സ്കൂട്ടറും തട്ടിയെടുത്ത് കടന്നുകളയുകയുമായിരുന്നു. സ്കൂട്ടർ കണ്ണാടിപ്പാറയിൽ ഉപേക്ഷിച്ച നിലയിൽ പോലീസ് കണ്ടെത്തിയിരുന്നു.
സംഭവം നടന്ന ചൊവ്വാഴ്ച രാത്രി 11:30 ശേഷം ചെറുവത്തൂരിലെ മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ചുള്ള ഫോൺ കോളുകൾ സൈബർ സെൽ സഹായത്തോടെ അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിലാണ് പ്രതികളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ലഭിച്ചത്. കവർച്ചയിലെ മുഖ്യപ്രതിയായി കരുതുന്നയാൾ കണ്ണൂർ ജില്ലക്കാരനാണെന്നാണ് പ്രാഥമിക വിവരം. ചെറുവത്തൂർ ഫെഡറൽ ബാങ്കിന് സമീപത്തെ സ്വകാര്യ സ്ഥാപനത്തിലെയും ചീമേനി റോഡിൽ കണ്ണാടിപ്പാറയിലെ സഹകരണ ബാങ്കിന്റെയും CCTV ദൃശ്യങ്ങളും പ്രതികളെ തിരിച്ചറിയുന്നതിനായുള്ള സൂചന നൽകി. അന്വേഷണ ചുമതലയുള്ള നീലേശ്വരം CI V ഉണ്ണികൃഷ്ണൻ ചെറുവത്തൂർ പരിസര പ്രദേശങ്ങളിലുമായി 2 ദിവസങ്ങൾ കൊണ്ട് നടത്തിയ രഹസ്യ നീക്കമാണ് പ്രതികളെ വലയിലാക്കിയത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. തായാട്ട് ശങ്കരൻ അനുസ്മരണ പ്രഭാഷണവും പുസ്തക ശേഖരണവും കേളോത്ത് ബ്ലൂബെൽ സ്കൂൾ പരിസരത്ത് നടന്നു. EP രാജഗോപാലൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. തായാട്ട് ശങ്കരന്റെ 90ാം ജന്മദിനത്തോടനുബന്ധിച്ച് തായാട്ട് അനുസ്മരണ പ്രഭാഷണവും പുസ്തക ശേഖരണവും കേളോത്ത് ബ്ലൂബെൽ സ്കൂൾ പരിസരത്ത് നടന്നു. തായാട്ട് സ്മാരക ഗ്രന്ഥാലയത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചതിന്റെ ഭാഗമായാണ് പരിപാടി നടന്നത്. EP രാജഗോപാലൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഇന്നും ദേശീയ പ്രസ്ഥാനത്തിന്റെ ഉള്ളടക്കം എന്താണ്? അധികാരത്തിലെത്തിയിട്ട് മന്ത്രിമാരായിട്ട് വിലസുക എന്നുള്ളതല്ലല്ലോ. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ മനുഷ്യർക്ക് വരെ ഉന്നതി വേണം എന്ന താല്പര്യം ആണ്. അതിനാണ് സർവോദയം എന്ന് പറയുന്നത്. M സഞ്ജീവൻ അധ്യക്ഷത വഹിച്ചു. K രവീന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. KN കണ്ണോത്ത് പുസ്തകം നൽകി. ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം K ശിവകുമാർ, എതിർദിശ എഡിറ്റർ PK സുരേഷ് കുമാർ, വാർഡ് കൗൺസിലർ P ഇന്ദുലേഖ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തായാട്ട് സ്മാരക ഗ്രന്ഥാലയം പ്രസിഡന്റ് വിഷ്ണുദാസ് ET റിപ്പോർട്ട് അവതരിപ്പിച്ചു. സെക്രട്ടറി നവീൻ KV നന്ദി രേഖപ്പെടുത്തി. പടന്ന ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ MRVHS സ്കൂളിൽ നടന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. സീറോ വേസ്റ്റ് മാലിന്യ നിർമ്മാർജ്ജന പരിപാടിയും 60 ലക്ഷം രൂപ ചെലവിൽ ഗ്യാസ് സംവിധാനത്തോടുകൂടിയുള്ള ആധുനിക ശ്മശാനവും അനുവദിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. തരാൻ വേണ്ടി അതോടൊപ്പം നിങ്ങളൊരു ചെറിയൊരു വിഹിതം ഇതിനകത്ത് നിർബന്ധമായും ജലസുരക്ഷയുമായി ബന്ധപ്പെട്ട് ജലസാക്ഷരത എന്നതിൻ്റെ പേര് പറഞ്ഞിട്ടുള്ളത് നിർബന്ധമായും വെക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാലിന്യ നിർമ്മാർജ്ജനം യഥാർത്ഥത്തിൽ 10% വിഹിതം മാറ്റിവെക്കണം. പക്ഷേ ഒരു പഞ്ചായത്തിനും വ്യക്തമായ ഒരു ധാരണ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. പക്ഷേ ജില്ലാ പഞ്ചായത്ത് മുൻകൈയെടുത്ത് എല്ലാ സെക്രട്ടറിമാർ പ്രസിഡന്റുമാർക്കും ലെറ്റർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന മാലിന്യ നിർമ്മാർജ്ജനത്തിനൊരു പദ്ധതി ജില്ലാ പഞ്ചായത്ത് മുഴുവൻ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ വഴി എല്ലാ വീടുകളിലും കഴുകി വൃത്തിയാക്കിയ പ്ലാസ്റ്റിക്കുകളും വേസ്റ്റുകളും അതോടൊപ്പം തന്നെ എന്താ പറയുക നമ്മൾ സാധാരണ എടുക്കാത്ത മുഴുവൻ ചെരുപ്പുകളും എല്ലാം ഉപയോഗശൂന്യമായ മുഴുവൻ വസ്തുക്കളും എടുക്കാനുള്ള ഒരു കോഴിക്കോട്ട് ആസ്ഥാനമായിട്ടുള്ള കമ്പനിയുമായി ജില്ലാ പഞ്ചായത്ത് ധാരണയായിട്ടുണ്ട്. പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് PC ഫൗസിയ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TKP ഷാഹിദ കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് TK സുബൈദ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PV മുഹമ്മദ് അസ്ലം, UK മുസ്താഖ്, K അസൈനാർ കുഞ്ഞി, PP കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. പടന്ന ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി NM അനിൽകുമാർ സ്വാഗതവും പ്ലാൻ കോർഡിനേറ്റർ ജിജേഷ് V ശശീന്ദ്രൻ നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. BJP കല്യാശ്ശേരി മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ പിലാത്തറയിൽ നടന്നു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി വിനോദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. BJP കല്യാശ്ശേരി മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ പിലാത്രയിൽ നടന്നു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി KK വിനോദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനം ശക്തമായിരിക്കുന്നു, ഭീകരവാദ പ്രവർത്തനം ശക്തമായിരുന്നു. ഇതൊക്കെ സംഭവിച്ചതിന് കാരണം കോൺഗ്രസ് ആണ്. ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ ഭീഷണി നേരിടുന്ന IS-ന്റെ തീവ്രവാദം ലവ് ജിഹാദിലൂടെ ഹിന്ദു ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ പരിവർത്തനം നടത്തിക്കൊണ്ട് ഈ രാഷ്ട്രത്തിന് എതിരായ നിലയിൽ പ്രവർത്തിക്കുന്ന രൂപത്തിലേക്കുള്ള IS-ന്റെ പ്രവർത്തനത്തിന് അടിസ്ഥാനപരമായ കാരണം അതിന് വേണ്ടുന്ന എല്ലാവിധ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസിന്റെ. സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് AV കേശവൻ, ജനറൽ സെക്രട്ടറി ശങ്കരൻ കൈതപ്രം, സജീവൻ വെങ്ങര, പ്രഭാകരൻ കടന്നപ്പള്ളി, VV ഉണ്ണികൃഷ്ണൻ, VV രാമചന്ദ്രൻ, T ശശീന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പയർവർഗ വിഭവങ്ങളുടെ സമൃദ്ധിയുമായി പയ്യന്നൂർ സെന്റ് മേരീസ് സ്കൂളിൽ ഭക്ഷ്യമേള. അന്താരാഷ്ട്ര പയർ വർഷാചരണത്തിന്റെ ഭാഗമായാണ് ഭക്ഷ്യമേള സംഘടിപ്പിച്ചത്. പയർവർഗത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിനും ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുമായാണ് അന്താരാഷ്ട്ര പയർ വർഷാചരണം സംഘടിപ്പിച്ചത്. പയ്യന്നൂർ സെന്റ് മേരീസിൽ സംഘടിപ്പിച്ച ഭക്ഷ്യമേള വിഭവങ്ങളുടെ സമൃദ്ധി കൊണ്ട് ശ്രദ്ധേയമായി. കട്ലറ്റ് മുതൽ മധുര കേക്ക് വരെയുള്ള 500-ലധികം വിഭവങ്ങൾ കുട്ടികൾ തയ്യാറാക്കി.
വിഭവങ്ങളുടെ നിർമ്മാണം വ്യക്തമാക്കുന്ന ചാർട്ടും പ്രദർശിപ്പിച്ചു. പ്രധാനാധ്യാപിക വത്സമ്മ ചാക്കോ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ സെൻട്രൽ LP സ്കൂൾ ശതാബ്ദി ആഘോഷ ഭാഗമായുള്ള സോവനീർ പ്രകാശനവും അനുമോദനവും സ്കൂൾ ഹാളിൽ നടന്നു. ശങ്കരാചാര്യ സർവകലാശാല പയ്യന്നൂർ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ E. ശ്രീധരൻ പ്രകാശനം ചെയ്തു. അതിലെ ശതാബ്ദി ആഘോഷങ്ങളുടെ പരിസമാപനം കുറിച്ചുകൊണ്ട് ശതാബ്ദി ആഘോഷങ്ങളുടെ ഓർമ്മകൾ പുതിയ തലമുറയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി, കാലങ്ങളോളം അത് മനസ്സിൽ സൂക്ഷിക്കുവാൻ വേണ്ടി, അവർക്ക് അറിവ് പകരുവാൻ വേണ്ടി സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷ ഭാഗമായാണ് ഊടും പാവും എന്ന പേരിൽ സ്മരണിക ഒരുക്കിയത്. സോവനീർ കമ്മിറ്റി കൺവീനർ K. സുരേഷ് സ്മരണിക പരിചയപ്പെടുത്തി. ചടങ്ങിൻ്റെ ഭാഗമായി SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ഉപഹാര സമർപ്പണവും കാസർഗോഡ് ഡയറ്റ് സീനിയർ ലെക്ചറർ K. രാമചന്ദ്രൻ നായർ നിർവഹിച്ചു. സോവനീർ കമ്മിറ്റി ചെയർമാൻ AV ഗിരീശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PV നാരായണൻ മാസ്റ്റർ, A. കുഞ്ഞിരാമൻ മാസ്റ്റർ, പ്രധാനാധ്യാപിക KN ഹേമജ, സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ C. അജയകുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചെറുതാഴം രാഘവപുരം ക്ഷേത്രത്തിൽ രാമായണ സപ്താഹം ഓഗസ്റ്റ് 9 മുതൽ 15 വരെ നടക്കും. സപ്താഹത്തോടനുബന്ധിച്ച് വിവിധങ്ങളായ ആധ്യാത്മിക പരിപാടികളും പ്രത്യേക ചടങ്ങുകളും പൂജകളും നടക്കും. ആധ്യാത്മിക പണ്ഡിതനും ഭാഗവരത്നവുമായ കോഴിക്കോട് AKB നായരാണ് യജ്ഞാചാര്യൻ. ഓഗസ്റ്റ് 9 രാവിലെ 9 മണിക്ക് കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ G. ഗോപകുമാർ സപ്താഹത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ വിശിഷ്ട വ്യക്തികൾ സംബന്ധിക്കും. തുടർന്ന് ശ്രീരാമ ലക്ഷ്മണ വിഗ്രഹങ്ങൾ താലപ്പൊലിയോടും വാദ്യമേളത്തോടും കൂടി യജ്ഞവേദിയിലേക്ക് എഴുന്നള്ളിക്കും. ഓഗസ്റ്റ് 12 യജ്ഞവേദിയിലേക്ക് ആഞ്ജനേയ വിഗ്രഹം എഴുന്നള്ളിക്കും. തുടർന്ന് പ്രത്യേക പൂജകളും വഴിപാടുകളും നടക്കും. ഓഗസ്റ്റ് 15 രാവിലെ ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമവും തുടർന്ന് സപ്താഹത്തിന്റെ പ്രധാന ചടങ്ങായ ശ്രീരാമ പട്ടാഭിഷേകവും നടക്കും. കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനത്തിന് തുല്യമായ ദർശനം ലഭിക്കുന്ന ഈ മഹാക്ഷേത്രത്തിൽ സപ്താഹ സന്ധ്യകളിൽ വിവിധ പരിപാടികൾ നടക്കും. ഓഗസ്റ്റ് 13 വാദ്യകലാകാരന്മാരായ പോരൂർ ഉണ്ണികൃഷ്ണൻ, ചെറുതാഴം ചന്ദ്രൻ, കലാനിലയം ഉദയൻ നമ്പൂതിരി എന്നിവർ ചേർന്ന് നയിക്കുന്ന ട്രിപ്പിൾ തായമ്പക നടക്കും. ഓഗസ്റ്റ് 16 ഉദയാസ്തമ രാമായണ പാരായണ യജ്ഞവും പഞ്ചവാദ്യവും നടക്കും. കർക്കിടക മാസത്തിൽ ക്ഷേത്രദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് ഭഗവത് പ്രസാദമായി അന്നദാനവും നടത്തിവരുന്നതായി ക്ഷേത്രം ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. വാരണക്കോട്ടിലത്തെ കൃഷ്ണൻ നമ്പൂതിരി, PT മുരളീധരൻ, AD നമ്പ്യാർ, P. ജനാർദ്ദനൻ നായർ, KV ഗോകുലാനന്ദൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ബാലസംഘം ആലപ്പടമ്പ് ഈസ്റ്റ് വില്ലേജ് സമ്മേളനം മാത്തിൽ CK സ്മാരക ഹാളിൽ നടന്നു. ജില്ലാ ജോയിന്റ് കൺവീനർ രവി ഏഴം ഉദ്ഘാടനം ചെയ്തു. അക്ഷയ് കുമാർ അധ്യക്ഷത വഹിച്ചു. നിതീഷ് K. പ്രവർത്തന റിപ്പോർട്ടും റാംഷാ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. NK രാജൻ, സതീശൻ മാസ്റ്റർ, കമലാക്ഷൻ എന്നിവർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കുളപ്പുറം വായനശാല ഗ്രന്ഥാലയത്തിൽ സേവന വിജ്ഞാന കേന്ദ്രം തുറന്നു. TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ സേവന രംഗത്ത് പുത്തൻ കാൽവെപ്പുമായി കുളപ്പുറം വായനശാല ഗ്രന്ഥാലയം സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ സഹായത്തോടുകൂടി ഇന്റർനെറ്റ് വഴി ലഭ്യമാകുന്ന എല്ലാവിധ സേവനങ്ങളും വായനശാലയിൽ ഒരുക്കിയിരിക്കുന്നു. ഈ വിജ്ഞാന സേവന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം TV രാജേഷ് MLA നിർവഹിച്ചു. ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 91 വായനശാലകൾ 10-40 വായനശാലകളിലാണ് കമ്പ്യൂട്ടർ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ വായനശാലകളിലാണ് മൈക്ക് സെറ്റ് കൂടി. ഇനിയിപ്പോൾ നമുക്ക് യോഗ നടത്തണം, പ്രഭാഷണം നടത്തണമെങ്കിൽ ഒരു പ്രശ്നമില്ല. എല്ലാ വായനശാലകൾക്കും മൈക്ക് സെറ്റ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ 91 വായനശാലകൾക്ക് ഒന്നുകൂടി ഞാൻ പറയാം. ഈ പറഞ്ഞ വൈഫൈ, അതുപോലെ തന്നെ നമുക്കതിപ്പോൾ പാസ്പോർട്ട് അപേക്ഷ അയക്കേണ്ട ഓൺലൈനാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട അപേക്ഷ അയക്കേണ്ട ഓൺലൈനാണ്. അതുപോലെ തന്നെ വോട്ട് ചേർക്കേണ്ട ഓൺലൈൻ വഴിയാണ്. അപ്പോൾ നമുക്ക് ജനസേവന കേന്ദ്രമാക്കി മാറ്റി. ഇവരുടെ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു പഞ്ചായത്തിൽ ഒരു ലൈബ്രറിയാണ്. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. പ്രഭാവതി അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥശാല സെക്രട്ടറി VV ചന്ദ്രശേഖരൻ മാസ്റ്റർ സ്വാഗതം ആശംസിച്ചു.
വിവിധ ക്ഷേമ പെൻഷനുകളുടെ അപേക്ഷ, വിദ്യാഭ്യാസ അനുബന്ധ സേവനങ്ങൾ, ഇന്റർനെറ്റ് ബാങ്കിംഗ്, വൈദ്യുതി, ടെലിഫോൺ ബില്ലടയ്ക്കൽ, ബസ്, ട്രെയിൻ, വിമാന ടിക്കറ്റ് റിസർവേഷൻ, ഇൻഷുറൻസ് പ്രീമിയം പേയ്മെന്റ്, PSC രജിസ്ട്രേഷൻ, സാക്ഷരത തുടങ്ങിയ സേവനങ്ങൾ ഈ വിജ്ഞാന കേന്ദ്രത്തിൽ ലഭ്യമാകും. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TV ഉണ്ണികൃഷ്ണൻ, ലൈബ്രറി കൌൺസിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി PK ബൈജു, വാർഡ് മെമ്പർ TV കമല, കുളപ്പുറം ഗ്രന്ഥാലയം പ്രസിഡന്റ് TV ബാലകൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ INTUC ജനറൽ ബോഡി യോഗം പയ്യന്നൂർ ടോപ്പ് ഫോം ഓഡിറ്റോറിയത്തിൽ നടന്നു. തൊഴിലാളികളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. തൊഴിലാളികളുടെ മക്കളിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. യൂണിയൻ പ്രസിഡന്റ് AP നാരായണന്റെ അധ്യക്ഷതയിൽ അഡ്വക്കേറ്റ് V ഷാഹുൽ ഹമീദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുവാൻ, അവരുടെ ഹൃദയത്തുടിപ്പുകൾ ആവാഹിച്ചെടുക്കാൻ INTUC ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയന് സാധിക്കട്ടെ. അങ്ങനെ നിങ്ങൾക്ക് മാതൃകാപരമായ പ്രവർത്തനത്തിലൂടെ. ചടങ്ങിൽ MK രാജൻ, ലളിത ടീച്ചർ, അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, K ജയരാജ്, P കുഞ്ഞിക്കണ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. P രാമകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. AP നാരായണൻ പ്രസിഡന്റും PK സുരേഷ് ജനറൽ സെക്രട്ടറിയും TV ഗംഗാധരനെ ട്രഷററായും പുതിയ കമ്മിറ്റി തിരഞ്ഞെടുത്തു. കാങ്കോൽ ജമാഅത്ത് കമ്മിറ്റിയുടെ മതപ്രഭാഷണ പരമ്പര തുടങ്ങി. 3 ദിനങ്ങളിലായി നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം സയ്യിദ് മുഹമ്മദ് തങ്ങൾ അൽ അസരി ഉദ്ഘാടനം ചെയ്തു. ആത്മീയ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കുന്ന അഭിവന്യരായ നമ്മുടെ മുദരിസ് ബഹുമാനപ്പെട്ട ഷബീർ അലി ദാരിമി അവരുടെ ഈ സദസ്സിന്റെ പവിത്രമായ സവാബ്, ഇതിന്റെ പ്രതിഫലം നമുക്കും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും, നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയതായ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. കാങ്കോൽ ശുഹദാ നഗറിൽ ആഗസ്റ്റ് 6 മുതൽ 8 വരെയാണ് മതപ്രഭാഷണ പരമ്പര നടക്കുന്നത്. ഉദ്ഘാടന യോഗത്തിൽ സ്വാഗത സംഘം ചെയർമാൻ MTP അബ്ദുൽ അസീസ് അധ്യക്ഷത വഹിച്ചു. ഹാഫിൾ അഹമ്മദ് കബീർ ബാഖവി കാഞ്ഞാർ മുഖ്യപ്രഭാഷണം നടത്തി. KPP തങ്ങൾ, SK ഹംസ ഹാജി, TV അഹമ്മദ് ദാരിമി, ജമാൽ ഹാജി, N മുഹമ്മദ് ജലാൽ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംസാരിച്ചു. ഹെൽമറ്റ് ധരിക്കാത്തവർക്ക് ബോധവൽക്കരണ ക്ലാസുമായി പോലീസ് സംഘം. പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്ന ക്ലാസിന് ഹാരിസ് മൂസ നേതൃത്വം നൽകി. ഹെൽമറ്റില്ലാതെ വാഹനമോടിച്ച് പോലീസിന്റെ കയ്യിലകപ്പെട്ടാൽ ഇനി പിഴയൊന്നുമല്ല, പകരം 1 മണിക്കൂർ ബോധവൽക്കരണ ക്ലാസ്, അതും നിർബന്ധമായി തന്നെ. ഇത്തരത്തിൽ ചെറുപുഴ, പെരിങ്ങോം, പയ്യന്നൂർ മേഖലയിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ നിരവധി യാത്രക്കാരെ ഉൾപ്പെടുത്തിയാണ് പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ ക്ലാസ് നടന്നത്. പയ്യന്നൂർ CA മാത്യു പരിപാടി ഉദ്ഘാടനം ചെയ്തു. മരിച്ചപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാരിയലുകൾ ലങ്സിനകത്ത് വീണിട്ടാണ് അദ്ദേഹം മരിച്ചിരുന്നത്. അദ്ദേഹത്തെ എടുക്കാത്ത സൈഡിൽ അവിടെ കിടത്തിയിട്ട് ഒരു ഫസ്റ്റ് എയ്ഡ് ആയിട്ട് കിടത്തി കൊണ്ടുപോകാവുന്ന പ്ലാറ്റ്ഫോമുള്ള ഏതെങ്കിലും ഒരു വാഹനത്തിലായിട്ട് കൊണ്ടുവരുന്നെങ്കിൽ അദ്ദേഹം മരിക്കുകയായിരുന്നു. ഹാരിസ് മൂസ ക്ലാസിന് നേതൃത്വം നൽകി. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് CDSന്റെ നേതൃത്വത്തിൽ മാത്തിൽ ടൗണിൽ പൊലിവ് ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പീയൂഷ ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യമേള തന്നെ നടത്തി എല്ലാത്തരം പലഹാരങ്ങളും എത്തിക്കാൻ വേണ്ടി സന്നദ്ധരായി മുമ്പോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഇവിടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ ചക്ക കൊണ്ട് വൈവിധ്യമാർന്ന വിഭവങ്ങളുണ്ടാക്കി ഭക്ഷ്യമേള ചക്ക മഹോത്സവം തന്നെയായി മാറി. ചക്ക ഹൽവ, പപ്പടം, പായസം, ബിസ്ക്കറ്റ്, ഉപ്പേരി എന്നിവയൊക്കെ ഭക്ഷ്യമേളയിൽ വിൽപ്പനയ്ക്കായി ഉണ്ടായിരുന്നു. കൂടാതെ ചിക്കൻ ബിരിയാണിയും ഭക്ഷ്യമേളയിൽ ഉൾപ്പെടുത്തി. ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വന്നവർക്ക് ചക്കപ്പഴവും സൗജന്യമായി നൽകി. CDS ചെയർപേഴ്സൺ ലതാട്ടി സ്വാഗതം ആശംസിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM ബാലകേശവൻ അധ്യക്ഷനായി. VV ഭാസ്കരൻ, P വാസന്തി, PP കാഞ്ചന തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. മാവിച്ചേരി പുരുഷ സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 വിജയികൾക്കുള്ള അനുമോദനവും ബോധവൽക്കരണ ക്ലാസും മാവിച്ചേരി അംഗനവാടിയിൽ നടന്നു. വളരെ തിരക്കിനിടയിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സ്കൂളിലെ രണ്ടാമത് നമ്മുടെ നാട്ടിലെ ചില പ്രശ്നങ്ങളിലായിട്ട് ഞാൻ അതിൻ്റെ തിരക്കിലാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് ഒന്നും സംസാരിക്കാനില്ല. അപ്പോൾ എൻ്റെ ഒരു അപേക്ഷ എന്ന് പറഞ്ഞാൽ മറ്റ് ഏതെങ്കിലും ഒരു
സാഹചര്യത്തിൽ ഏതെങ്കിലും പരിപാടിയിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വരാം. പയ്യന്നൂർ SI AV ദിനേശ് അനുമോദനവും ഉപഹാര സമർപ്പണവും നടത്തി. KP സഹദേവൻ അധ്യക്ഷനായി. വ്യവസായ വകുപ്പിന്റെ പദ്ധതികളെക്കുറിച്ച് ജില്ലാ വ്യവസായ ഓഫീസർ T ശിവശങ്കരൻ ക്ലാസ് എടുത്തു. കൌൺസിലർ ഉഷ ദാമോദരൻ, PP ലത, R രാജീവ്, A രാഘവൻ എന്നിവർ പ്രസംഗിച്ചു. ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC യൂണിറ്റ് സയൻസ് ക്ലബ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ യുദ്ധവിരുദ്ധ റാലി നടത്തി. ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC സോഷ്യൽ സയൻസ് ക്ലബ്ബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഹിരോഷിമ ദിനമായ ഓഗസ്റ്റ് 6-ന് യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു. റാലി നടക്കാവിൽ വെച്ച് സ്കൂൾ PTA പ്രസിഡന്റ് PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹെഡ് മാസ്റ്റർ EP വിജയകുമാർ, അരവിന്ദാക്ഷൻ K, ശശിധരൻ V, അനിൽകുമാർ, രവീന്ദ്രൻ, KV സുരേഷ് തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ജില്ലാ ലൈബ്രറി കൌൺസിൽ, കരിവെള്ളൂർ തെരുവുകുതിര് AKG സ്മാരക വായനശാല ഗ്രന്ഥാലയം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മാന്യഗുരു സ്കൂളിൽ ഊർജ്ജകിരണം 2016 ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വൈക്കത്ത് നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പയ്യന്നൂർ മേഖലക്കകത്ത് അഞ്ചൂർ UP സ്കൂളിൽ വെച്ച് കഴിഞ്ഞ ആഴ്ച സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് അപ്പുകുട്ടൻ ഈ UP തല വിദ്യാർത്ഥികൾക്കുള്ള എഴുത്തുകുട്ടിയുടെ വായനാ കുറിപ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇതിനകം നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ സഹകരണത്തോടെയാണ് കരിവെള്ളൂർ മാന്യഗുരു UP സ്കൂളിൽ ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. പ്രധാനാധ്യാപിക ഊട്ടി ഖദീജ ടീച്ചർ അധ്യക്ഷയായി. TV നാരായണൻ മാസ്റ്റർ, NK വാസുദേവൻ, K പ്രവീൺ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ ബാലവേദിയും കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിദ്യാരംഗം എന്നിവ ചേർന്ന് നടപ്പിലാക്കുന്ന എൻ്റെ പുസ്തകം എൻ്റെ കുറിപ്പ് എൻ്റെ എഴുത്തുപെട്ടി എന്ന പരിപാടിയുടെ ഉദ്ഘാടനവും തദവസരത്തിൽ നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു. പ്രധാനാധ്യാപകൻ ഗംഗാധരൻ വെള്ളൂർ റാലി ഉദ്ഘാടനം ചെയ്തു. ഈ ബോംബ് വന്ന് വീണാലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ചിത്രീകരിക്കാൻ ആവശ്യമായ വീഡിയോ ക്യാമറകൾ അടങ്ങിയ രണ്ടാമത്തെ വിമാനവുമായിരുന്നു ഈ ജപ്പാന്റെ ആകാശ അതിർത്തിയിലേക്ക് ചൂട് പറഞ്ഞത്. ജപ്പാന്റെ റേഡിയോ നിലയം ഈ കാര്യം അറിയുകയും ജനങ്ങൾക്ക് എല്ലാവിധ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും നൽകി ഡോക്ടർമാർക്കൊക്കെ എവിടെ പോയും ചികിത്സിക്കാൻ പറ്റുന്ന രീതിയിൽ സന്നദ്ധരാകാൻ വേണ്ടിയുള്ള ആഹ്വാനമാണ് ജപ്പാൻ റേഡിയോ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്നത്. ഈ സമയത്താണ് വിമാനത്തിൽ ഇന്ധനം തീരാൻ പോകുന്ന മുറയ്ക്കാണ് ഒന്നാമത്തെ വിമാനത്തിൽ നിന്നൊരു കറുത്ത വസ്തു ഈ നാഗസാക്കിയിലെ പട്ടണത്തിലേക്ക് വീണത്. പ്രിൻസിപ്പൽ K കീർത്തിമോൾ അധ്യക്ഷത വഹിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക നടത്തിയ അണുബോംബാക്രമണത്തിന്റെ ഭീകരത ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് ആഗസ്റ്റ് 6-ഉം ആഗസ്റ്റ് 9-ഉം. അണുബോംബിന്റെ സംഹാരശക്തി ലോകം അറിഞ്ഞത് അന്നാണ്. ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ഈ സംഭവം ഇനി ആവർത്തിക്കാതിരിക്കുവാനും ലോകത്ത് സമാധാനം പുലരുവാനും വേണ്ടിയുള്ള ആഹ്വാനത്തോടെയാണ് NSS യൂണിറ്റ് യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളായ ആഷിഖ് SP, ഐശ്വര്യ G നായർ എന്നിവർ സംസാരിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ CK ശ്രീജ, നീന എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. തായ്നേരി SABTM 1990-91 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്കൂളിൽ നടന്നു. തായ്നേരി SABTM ഹൈസ്കൂളിലെ 1990-91 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്കൂളിൽ നടന്നു. റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ നാരായണൻ നമ്പ്യാർ സംഗമം ഉദ്ഘാടനം ചെയ്തു. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് വെച്ചാൽ ഇതിന് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഏറ്റവും പ്രധാനമായിരിക്കുന്നത് അധ്യാപനം. രണ്ടാമതായിട്ട് സുധാകരൻ AV അധ്യക്ഷത വഹിച്ചു. ഋഷികേശൻ MK സ്വാഗതം ആശംസിച്ചു. പരിപാടിയിൽ വെച്ച് അധ്യാപകരെ ആദരിച്ചു. ഷാജി കരിപ്പത്ത് നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് വിവിധ കലാപരിപാടികളും നൃത്തനൃത്യങ്ങളും അരങ്ങേറി. തൃക്കരിപ്പൂർ ശ്രീ ചക്രപാണി ക്ഷേത്രത്തിലെ നിറയുത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നടന്നു. തൃക്കരിപ്പൂർ ശ്രീ ചക്രപാണി ക്ഷേത്രത്തിലേക്ക് നിറയുത്സവത്തിന് നെൽക്കതിർ കൊയ്യുന്നത് ഒളവറ മുണ്ടിയോട് ചേർന്നുള്ള ആണ്ടക്കണ്ടത്തിൽ നിന്നാണ്. പുലർച്ചെ ചെണ്ടവാദ്യവും കൈവിളക്കുമായി വ്രതശുദ്ധിയോടെ ആണ്ടക്കണ്ടത്തിലെത്തുന്ന അവകാശികൾ കണ്ടത്തിന് 3 തവണ പ്രദക്ഷിണം ചെയ്ത്
അന്തിതിരിയനിൽ നിന്നും സമ്മതം വാങ്ങി കതിര് കൊയ്തെടുത്ത് കറ്റയാക്കി തലയിൽ വെച്ച് ക്ഷേത്രത്തിലേക്ക് തിരിക്കുന്നു. യാത്രാമധ്യേ ഇളമ്പച്ചി തിരുവമ്പാടി ക്ഷേത്രത്തിൽ ഒരുപിടി കതിർ സമർപ്പിക്കും. തുടർന്ന് ചക്രപാണി ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വന്ന് കിഴക്കേ ഗോപുരത്തറയിൽ കതിര് വയ്ക്കുന്നു. ക്ഷേത്രം ശാന്തി കതിർക്കാറ്റയ്ക്ക് തീർത്ഥം തെളിച്ച് ശുദ്ധി വരുത്തി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുകയും നിറയോലവുമായി ചേർത്ത് ശ്രീകോവിലിലും ഉപക്ഷേത്രങ്ങളിലും കൊട്ടാരത്തിലും കിണറിനും മറ്റ് പ്രധാന സ്ഥലത്തും കതിര് കെട്ടുന്നതോടെ ചടങ്ങ് പൂർത്തിയാകുന്നു. നെൽക്കതിർ വാങ്ങാനായി നിരവധി പേരാണ് ക്ഷേത്രസന്നിധിയിലെത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കണ്ടോത്തിടം സോമേശ്വരി ക്ഷേത്രത്തിൽ ഭണ്ഡാര സമർപ്പണം നടന്നു. ക്ഷേത്രം തന്ത്രി പന്നിയോട്ടിലത്ത് മാധവൻ നമ്പൂതിരി നേതൃത്വം നൽകി. ക്ഷേത്രം വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശില്പി മഹേഷ് കുഞ്ഞിമംഗലത്തിന്റെ കരവിരുതിലാണ് കണ്ടോത്തിടം സോമേശ്വരി ക്ഷേത്രത്തിലേക്ക് ലക്ഷ്മി ഭണ്ഡാരവും ക്ഷേത്രനടയും നിർമ്മിച്ചത്. സമർപ്പണ ചടങ്ങിന് ക്ഷേത്രം തന്ത്രി പന്നിയോട്ടിലത്ത് മാധവൻ നമ്പൂതിരി നേതൃത്വം നൽകി. കുണ്ടത്തിൽ രാജനിൽ നിന്നും ക്ഷേത്രമേൽശാന്തി താക്കോലേറ്റ് വാങ്ങി. പ്രസിഡന്റ് തങ്കമണി MKV, സി മൃദുല തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കണ്ണൂർ ജില്ലാ സീനിയർ പുരുഷ വനിതാ കൊക്കോ ചാമ്പ്യൻഷിപ്പ് ആഗസ്റ്റ് 14-ന് പയ്യന്നൂർ AV കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് സ്കൂളിൽ നടക്കും. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആഗസ്റ്റ് 10-ന് മുൻപ് 8281810609 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനി മാറ്റുലി. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചു പിടിച്ചാൽ 10,000 രൂപ വരെ പിഴ ഈടാക്കാൻ സർക്കാർ ആലോചന. പ്രേക്ഷക പ്രതികരണങ്ങൾ. കേരളത്തിനകത്ത് ഇന്ന് വാഹനാപകടങ്ങൾ കൂടി വരുന്നൊരു കാലഘട്ടത്തിലാണ് നാം ഒക്കെ ജീവിക്കുന്നത്. തീർച്ചയായും ലൈസൻസ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഹന ഉടമയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പക്ഷേ ഇന്ന് പലപ്പോഴും ലൈസൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ പോലീസ് ഉൾപ്പെടെ അതിൻ്റെ നിയമത്തിൻ്റെ വശത്തേക്ക് വരുന്നത് ലൈസൻസ് ഇല്ലാത്തതിൻ്റെ ഫലമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനം നമുക്ക് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഉൾപ്പെടെ ഇന്ന് ലൈസൻസ് ഇല്ലാതെ വാഹനം എടുത്തുകൊണ്ട് ഒരു നിയന്ത്രണമില്ലാതെ റോഡിലൂടെ പോവുകയാണ്. ഇത്തരത്തിലുള്ള തീരുമാനം വന്നാൽ തീർച്ചയായും അപ്പോൾ അതിനെ ഭീമമായ പിഴ ഉൾപ്പെടെ ചുമത്താൻ ഗവൺമെൻറ് തീരുമാനിച്ചതിൻ്റെ ഇത് ഏറ്റവും മാതൃകാപരമായ തീരുമാനമായിട്ടാണ് ഇതിനെ കാണാൻ സാധിക്കുക. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭീമമായ സംഖ്യയാണ് ഇപ്പം ഗവൺമെൻറ് അടിച്ചേൽപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ വേണമെന്നില്ല ഒരു സംഗതി. പിന്നെ അതിന് വേറൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കൊള്ള മറ്റേ കാര്യങ്ങളെല്ലാം നടക്കുന്നത് പോകുമ്പം ഇങ്ങനെയുള്ള വാഹനങ്ങളും മറ്റെല്ലാം ഉപയോഗിക്കുന്നത് കൊണ്ടില്ല ഒരു ചിന്തയായിരിക്കും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ആ വിധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ശരിയാണെങ്കിലും പക്ഷേ ഈ ഭീമമായ തുക ഈ സാധാരണക്കാരായ ഈ വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് അത് താങ്ങാൻ പറ്റില്ല. അപ്പോൾ അവരൊന്ന് ആദ്യം ബോധവൽക്കരിച്ചിട്ട് മതിയിലേ ഇത് എന്നുള്ളതാണ് നമ്മളെപ്പോലത്തെ സാധാരണക്കാരുടെ ഒരു ചിന്ത. അപ്പോൾ ആദ്യം ബോധവൽക്കരണം നടത്തുക. ചെറിയ ഫൈനില്ലത് ഭീമമായ സംഖ്യ ഫൈൻ അടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യത്തിൽ നമ്മൾ ഈ ജീവിത ചെലവുകളുടെ ഇടക്ക് അല്ലെങ്കിൽ നമ്മൾ ജീവിതം വഴിമുട്ടിയ സമയത്ത് ഈ തിരക്കുകൾക്കിടക്ക് ഈ 4 ഭാഗം കൂട്ടിക്കാൻ പറ്റാത്ത ഈ സമയത്ത് എങ്ങനെ ഇത് നമ്മൾ താങ്ങി നിർത്തുന്നില്ലത് ഒന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഒന്നുകൂടെ ചിന്തിക്കണം. അപ്പോൾ അത് നല്ല രീതിയിൽ കൊണ്ടുവരണം തന്നെ നമ്മളുടെ അഭിപ്രായം. അത് കൃത്യമായിട്ട് കർക്കശമായിട്ട് കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പോൾ നിലവിലുള്ള നമ്മൾ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ ഇതൊന്നും പാലിക്കാതെ കണ്ട് ഹെൽമെറ്റ് ഇല്ലാണ്ടും ഇങ്ങനെ പോകുന്ന ഒരു ശരിയായ റൂളല്ല. അപ്പോൾ കൃത്യമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഇതേ രീതിയിൽ അങ്ങോട്ട് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. കൃത്യമായ ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം വേണം. പുതിയ നയങ്ങൾ ആവശ്യമാണ്, പരിഷ്കാരങ്ങൾ ആവശ്യമാണ്. പക്ഷേ ഇപ്പോഴും നടപ്പാക്കാൻ പോകുന്ന ബില്ല് പ്രകാരം ചുമത്താൻ പോകുന്ന പിഴ അത് നിലവിലിനേക്കാൾ വളരെ കൂടുതലാണ് എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. പിന്നീട് എല്ലാ നിയമങ്ങളും അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇപ്പോൾ ട്രാഫിക്കിൽ ചെക്കിംഗ് ആയാലും ഏത് കാര്യങ്ങളായാലും വേണ്ടില്ല, നമ്മൾ എല്ലാ രേഖകളും കൃത്യമായിട്ട് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഹെൽമെറ്റ് വെച്ച് തീർച്ചയായിട്ടും യാത്ര ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം. അങ്ങനെ ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്തുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരു വ്യക്തി കൂടിയായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും.
പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ചന്തപ്പുരയിൽ പുരാവസ്തു വകുപ്പിന് കീഴിൽ തെയ്യം കലാ മ്യൂസിയത്തിന് പദ്ധതി. മാങ്ങാട്ടുമുട്ടത്ത് ഒരേക്കർ സ്ഥലപരിധിയിലാണ് മ്യൂസിയം വരുന്നത്. തൃക്കരിപ്പൂരിന്റെ ജനകീയ ഡോക്ടർ പി രാമകൃഷ്ണന് നാടിന്റെ അന്ത്യാഞ്ജലി. അന്താരാഷ്ട്ര സൗഹൃദ ദിനത്തിൽ വേറിട്ട ഒരു സൗഹൃദ കാഴ്ച. പെട്രോൾ പമ്പ് ഉടമയുടെ ലക്ഷങ്ങൾ കവർന്ന സംഭവം, പ്രതികൾ പിടിയിൽ. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.